പ്രിയ പ്രേക്ഷകരേവരെയും കൃത്യതാവത് സ്വാഗതം ചെയ്യുന്നു. ചാനൽ ആംനോസ നിങ്ങൾ കാണിച്ച എല്ലാ സഹകരണത്തിനും സ്നേഹത്തിനും നന്ദി. വ്യത്യസ്തമായ വിഷയങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഇന്ന് എടുക്കുന്നത് നവവത്സര ശുശ്രൂഷകൾ വചനാനുസൃതമോ അല്ലെങ്കിൽ ന്യൂ ഇയർ സെലിബ്രേഷൻ ബിബ്ലിക്കലി ശരിയാണോ എന്നാണ്. ഈ ചോദ്യം കേട്ടിട്ട് നിങ്ങൾ ആശങ്കപ്പെടേണ്ട. ലോകത്തിലെല്ലാ രാജ്യങ്ങളിലും ഉത്സവങ്ങളും പെരുന്നാളുകളും ഉണ്ട്. അത് യഹൂദനും ഉണ്ട്. ഇവയെല്ലാം തന്നെ മതങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഈ ന്യൂ ഇയർ ആണ് ശരി, ക്രിസ്മസ്, ഓണം, അതുപോലെ എല്ലാ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്കും ഉത്സവങ്ങളുണ്ട്. അതൊക്കെ മനുഷ്യർക്ക് സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ഭാഗമാണ്. ഇതിന് കാരണം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മനുഷ്യൻ പ്രാകൃതമായ ജീവിതമായിരുന്നെങ്കിലും സഞ്ചാരികളായി വേട്ട തേടി പോകുമ്പോഴും യുദ്ധം ചെയ്യുക, വേട്ട തേടി ഭക്ഷണത്തിനായിട്ടും മറ്റു പലതിനും മൃഗങ്ങളെയും വേട്ട തേടി പോകുന്ന കാലഘട്ടങ്ങളിൽ ഇടയ്ക്ക് സന്തോഷത്തിനും ഉല്ലാസത്തിനും വേണ്ടിയിട്ടാണ് നാടൻ പാട്ടുകൾ, ഫോക്ലോറുകളും ഡാൻസുകളും അതിൽ നിന്ന് ആരംഭിച്ച ഉത്സവങ്ങളും പെരുന്നാളുകളും ഒക്കെയാണ് ഇന്നും. അപ്പോൾ എൻ്റെ ചോദ്യം, നവവത്സര ശുശ്രൂഷകൾ ദൈവവചനാനുസൃതമോ എന്നാണ്. എങ്കിൽ അതിന് ചില കാര്യങ്ങൾ നോക്കാം. ചരിത്രത്തിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. പ്രാചീന റോമാക്കാരുടെ ഒരു ദേവനായിരുന്നു ജാനൂസ്. ഈ ദേവന് ആരംഭം, വാതിൽ, വഴി എന്നെല്ലാമാണ് ഈ ജാനൂസ് എന്നുള്ളതിന്റെ അർത്ഥം. ഇന്ത്യയിൽ ഹൈന്ദവർ ഗണപതിയെ എപ്രകാരം പൂജിക്കുന്നുവോ അതേ നിലയിലായിരുന്നു പുരാതന റോമക്കാരുടെ ജാനൂസ് ദേവനെ ആരാധിച്ചിരുന്നത്. എന്നാൽ ഗ്രീക്കർക്ക് ഇതേ ദേവൻ ജാനൂസ് ഈ മറ്റൊരർത്ഥത്തിലായിരുന്നു ഇയാനൂസ് എന്നായിരുന്നു. ജാനൂസ് ഇയാനൂസ് എന്നായി. ഭാഷ മാറി, ലാറ്റിൻ മാറി, ഗ്രീക്ക് ആയപ്പം പേരിൽ അല്പം മാറ്റം വന്നതേ ഉള്ളൂ. ആരാധനയെല്ലാം ഒന്നുമല്ലായിരുന്നു. റോമൻ കലണ്ടറിലെ എല്ലാ മാസങ്ങളും ഏതെങ്കിലും ദേവീദേവന്മാരുടെയോ ചക്രവർത്തിമാരുടെയോ പേരിലാണ് അറിയപ്പെടുന്നത്. ഇന്നും അത് തന്നെയാണ്. ജൂലൈ ജൂലിയസ് സീസറിന്റെ പേരിലും അഗസ്റ്റസ് സീസറിന്റെ പേരിലും ആണ് ഇന്നും അറിയപ്പെടുന്നത്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ഈ പേരിലാണ് കലണ്ടർ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. 42 BC-യിൽ റോമൻ സെനറ്റ് ജനുവരി മാസത്തെ അവരുടെ കലണ്ടറിന്റെ ആരംഭമായി അംഗീകരിക്കുകയും ജനുവരി 1-ാം തീയതി ജാനൂസ് ദേവിയുടെ ജന്മദിനമായി ആഘോഷിക്കുകയും ചെയ്തു. ഇത് ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ഉത്സവമായിരുന്നു. ഈ ഉത്സവത്തിൽ അല്ലെങ്കിൽ ആഘോഷം ഒരാഴ്ച നിലനിന്നിരുന്നു. ജാനൂസ് ദേവന്റെ രൂപം മുദ്ര പതിപ്പിച്ച നാണയങ്ങൾ സമ്മാനമായി അന്യോന്യം നൽകുകയും അതോടൊപ്പം വിരുന്ന് സൽക്കാരം നടത്തിയിരുന്നു. ഇത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ക്രിസ്തുവിന് മുമ്പത്തെ കാര്യമാണ് പറയുന്നത്. ഈ പറഞ്ഞു വന്നതിന്റെ സാരാംശം, ഇതെല്ലാം ആരംഭിക്കുന്നത് ഒന്നിൽ നിന്നാണ്, മതവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ന്യൂ ഇയർ സെലിബ്രേഷൻ ജനുവരി 1 ജാനൂസ് എന്ന ദേവിയുടെ പേരിൽ ആരംഭിച്ച സമ്മാനങ്ങളും നാണയങ്ങളും കൊടുത്ത് സദ്യകളും വിരുന്നുകളും നടക്കുന്നത് പോലെ തന്നെ അല്പമായ വ്യതിയാനം വരുത്തുന്നു. ന്യൂ ഇയർ ഗ്രീറ്റിംഗ്സ് പറയുന്നു, ക്രിസ്മസ് ഗ്രീറ്റിംഗ്സ് പറയുന്നു, സമ്മാനങ്ങൾ കൊടുക്കുന്നു, അന്യോന്യം ഭക്ഷണത്തിന്റെ വിരുന്നിന് വിളിക്കുന്നു, ഹോട്ടലിലോ വീട്ടിലോ പോകുന്നു. ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്? ഇതെങ്ങനെ വചനാനുസൃതമാകും? നിങ്ങൾ ജാതികളുടെ വഴി പഠിക്കരുതെന്നും അവരുടെ ഇതുപോലെ ചെയ്യരുതെന്നും ബൈബിൾ എഴുതിയിരിക്കുന്നത് നാം വായിക്കാറില്ലേ? അതോ നമ്മളൊക്കെ കാണുന്നില്ലേ? അപ്പോൾ പിൽക്കാലത്ത് ഈ ആഘോഷങ്ങളെല്ലാം യൂറോപ്പിൽ ആകമാനം വ്യാപിക്കുകയും ആഘോഷമാക്കി ന്യൂ ഇയർ സെലിബ്രേഷന്റെ പേരിലായി. അവർ റോമക്കാർ അവരുടെ ദേവിയായിരുന്ന ജാനൂസിന്റെ ജനുവരി എന്ന് പേരിട്ടു. അതിനെ 1-ാം തീയതി മുതൽ കലണ്ടറിന് ആരംഭമായി. പിന്നീട് ഉത്സവങ്ങൾ ആഘോഷമായപ്പോൾ ഈ ജനുവരിയെ എങ്ങനെ ബൈബിൾ അടിസ്ഥാനമാണെന്ന് നമ്മൾ പറയും? നമ്മൾ എങ്ങനെ അതിനെ ആഘോഷമായി മാറ്റും? ഇതാണ് എൻ്റെ ചോദ്യം. ഞാൻ പറഞ്ഞത് ചരിത്ര പ്രകാരമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പരിശോധിച്ചോ. ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, ലക്ഷക്കണക്കിന് ആൾക്കാർ. നിങ്ങൾ ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുക. പുസ്തകങ്ങളിൽ കൂടെ ഇന്റർനെറ്റ് വഴി നിങ്ങൾ പരിശോധിച്ചിട്ട് തെറ്റാണെങ്കിൽ നമുക്ക് തിരുത്താം. അതല്ലേ ശരി. ഇനി പെന്തക്കോസ്റ്റൽ ചർച്ച് ന്യൂ ഇയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നോക്കാം. അതുകൊണ്ട് ഞാനൊരു പാസ്റ്റർ നിലയിൽ മാത്രമല്ല,
ന്യൂ ഇയർ സർവീസ് വിളിച്ചാൽ പോകും, അവിടെ പ്രസംഗിക്കുകയും ചെയ്യും, ഭക്ഷണം കഴിക്കും. ഇതൊക്കെ ശരിയാണ്, തെറ്റല്ല. മനുഷ്യ ജീവിതത്തിൽ ടെൻഷനൊക്കെ മാറി അല്പം സന്തോഷിക്കാനും പരിചയക്കാരെ കാണാനും ഒക്കെ ലഭിക്കുന്ന നല്ലൊരു സമയമാണ്, തെറ്റല്ല, വേണ്ടെന്നല്ല. പക്ഷെ നമ്മൾ നിരന്തരമായി ഇങ്ങനെ ഒരാഘോഷം പോലെ ചെയ്യുന്നത് ബിബ്ലിക്കലി ശരിയാണോ എന്ന് ചില പരിശോധിക്കാം. ചില പെന്തക്കോസ്തൽ സഭകളിൽ ഡിസംബർ 31 രാത്രിയിൽ 10 മണിക്ക് പുതിയ ആണ്ടിനെ ആർപ്പ് വിളിയോടുകൂടെ വരവേൽക്കാൻ ആഹ്വാനം നൽകുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളും കണ്ടിരിക്കാമല്ലോ, നിങ്ങളും ചെയ്തിട്ടുണ്ടാവുമല്ലോ. ഹല്ലേലൂയ എന്ന ഉറക്കെയൊക്കെ പറഞ്ഞ് പുതിയ വർഷത്തെ സ്വീകരിക്കുന്നു. ഇത് തെറ്റാണെന്ന് ചോദിച്ചാൽ അല്ല. പക്ഷേ ബൈബിൾ അടിസ്ഥാനത്തിലാണോ എന്ന് ചോദിച്ചാൽ അല്ല. വേറെ ചില സഭകളിൽ 12 മണി കൃത്യം അടിക്കുന്നതോടുകൂടെ വലതുകാൽ ഒരു ചുവട് നിൽക്കുന്ന ഇടത്തു നിന്നും വലതുകാൽ ഒരു ചുവട് മുന്നോട്ട് വെച്ചിട്ട് പുതിയ വർഷത്തെ വരവേൽക്കുന്നു. അത് അപൂർവം ചിലയിടത്ത് കണ്ടിട്ടുണ്ട്. ഇത് അവിടുത്തെ അതാത് സഭയിലെ പാസ്റ്റർ ആഹ്വാനം ചെയ്തപ്പോൾ ഞാൻ ചെയ്തില്ല. കാരണം ഒരു സഭയുടെ പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഒരു ചുവട് ഇടത്തേക്കാൽ വെക്കരുത്, വലത്തേക്കാൽ വിശ്വാസികളും പാസ്റ്ററും എന്ത് ചെയ്തു? ഒരു ചുവട് മുമ്പോട്ട് വെച്ചു. ഉൾപ്പെറ്റി നിൽക്കുന്ന പാസ്റ്റർ മുൻപോട്ടും വിശ്വാസികൾ അവിടുന്ന് ഇങ്ങോട്ടും വെച്ചു. ഇതൊരു ചടങ്ങ് പോലെ. ഇതിൻ്റെ അകത്ത് എന്ത് യാഥാർത്ഥ്യമുള്ളത്? വർഷത്തിലൊരിക്കൽ നമ്മുടെ വലതുകാൽ ഒരു ചുവട് വെച്ചത് പുതിയ വർഷത്തെ വരവേൽക്കുന്ന മുന്നോട്ടുള്ള യാത്രയെ കാണിക്കുന്നൊക്കെ പറയും. ഇതിനെന്താ അടിസ്ഥാനം എന്താണ്? ഇത് അന്ധവിശ്വാസമല്ലേ? വേറെ ചുരുക്കം ചില സഭകളിൽ കാൽ കഴുകൽ ശുശ്രൂഷയുണ്ട്. കാല് കഴുകുന്നത് തെറ്റല്ല. പക്ഷെ ആണ്ടിലൊരിക്കൽ പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലുമൊക്കെ, ഇവിടെയും കുഴപ്പങ്ങളുണ്ട്, മുൻകൂട്ടി തന്നെ പാസ്റ്റർ അനൗൺസ് ചെയ്യും, ഈ ആണ്ടിനറുതി വരുന്നില്ല. വർഷങ്ങൾ ഇങ്ങനെ മുന്നേക്കൊണ്ടേയിരിക്കുക. 11 മാസം 12 മാസം കഴിഞ്ഞ് വീണ്ടും പുതിയ തുടങ്ങുകയല്ലേ, പിന്നെ ആണ്ടിന് അറുതി എങ്ങനെയാ വരുന്നത്? ആ പദം തന്നെ തെറ്റാ. ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുമ്പോൾ ന്യൂ ഇയറുമായിട്ട് ബന്ധപ്പെട്ട ശുശ്രൂഷകളിൽ കാൽ കഴുകൽ ശുശ്രൂഷ ഉണ്ടായിരിക്കുമെന്ന് കാലേക്കുട്ടി പാസ്റ്റർ അനൗൺസ് ചെയ്യുമ്പോൾ അന്യോന്യം ഇഷ്ടപ്പെട്ടവരെ സഹോദരന്മാർ തമ്മിൽ പറഞ്ഞാ ഞാൻ നിന്റെ കാല് എഴുതുക, നീ എൻ്റെ കാല് എഴുതുക. അങ്ങനെ മുൻകൂട്ടി പ്ലാൻ ചെയ്ത് പദ്ധതി ഇട്ടിട്ട് നടന്ന ഒരു സഭയിൽ കണ്ട ദുഃഖകരമായ കാര്യം പറയട്ടെ. ഇച്ചിരി പ്രായമുള്ള ഒരു അച്ചായൻ്റെ കാലിന് രക്തവാതത്തിൻ്റെ ഒക്കെ പ്രശ്നമുണ്ടായി, കാല് പഴുത്തൊക്കെ അല്പം ബുദ്ധിമുട്ടായിരിക്കുമ്പോൾ ഈ അച്ചായനെ കഴുകാൻ ആരും വന്നില്ല. അവസാനം മനസ്സോടെ സഭാ ശുശ്രൂഷകൻ പേരിനെന്ന് കഴുകിപ്പോന്നു. ഇത് യേശുക്രിസ്തു ചെയ്തത് എന്തിനാണെന്ന് നിങ്ങൾക്കറിയാവോ പെന്തക്കോസ്തുകാരെ? ക്രിസ്തു കാൽ കഴിയുന്നതിന്റെ കാരണം നിങ്ങൾക്കും എനിക്ക് മനസ്സിലായില്ലെങ്കിൽ, ശ്രീകുമാരൻ തമ്പി എന്ന ഹൈന്ദവൻ ഹരിപ്പാട്ടുകാരൻ, കവിയും എഴുത്തുകാരനും സിനിമാ സംവിധായകനും സിവിൽ എഞ്ചിനീയറും ഒക്കെ ആയ അദ്ദേഹം ഒരു കൗമുദി TV-ലാന്ന് തോന്നുന്നു, അദ്ദേഹം പറയുന്നുണ്ട്, ഞാൻ കണ്ടതിലെ ലോകത്തിലെ ഏറ്റവും നല്ല ഗുരു യേശുക്രിസ്തുവാണ്. കാരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ അങ്ങനെ കടമെടുത്ത് പറയട്ടെ, ഭാരതീയ സങ്കല്പ വിശ്വാസം അനുസരിച്ച് ശിഷ്യന്മാർ ഗുരുവിന്റെ കാല് കഴുകുന്നതാണ് ഗുരുപൂജ. ഇവിടെ യേശുക്രിസ്തു തോർത്തെന്നുള്ളതും പല പദം ഇട്ടേക്ക്, അത് ഇസ്രായേൽ ദേശത്ത് തോർത്തും ഒന്നുമില്ല, ഏതോ ഒരു തുണി, അരയിൽ തുണി ചുറ്റി ശിഷ്യന്മാരുടെ കാൽ കഴുകി മാതൃക കാണിച്ചു തന്നു. ഞാൻ ഗുരുവാണെങ്കിലും നിങ്ങളും അന്യോന്യം ഇതുപോലെ ചെയ്യണം, ലാളിത്യം സ്വീകരിക്കണം. നിങ്ങളിൽ ആരാണ് വലിയവൻ, ആരാണ് ചെറിയവൻ എന്ന തമ്മിലുള്ള വാഗ്വാദങ്ങൾക്കുള്ള മറുപടിയായിട്ടാണ് കർത്താവ് കഴിയുന്നത്. അതുകൊണ്ട് എല്ലാ വർഷവും ജനുവരി 1 മുമ്പ് ഡിസംബർ 31 രാത്രി മാത്രം കാല് കഴുകി പ്രഖ്യാപനം നടത്തുക, ഇതും വിഡിത്തമാണ്. ഇതൊരു ഉപദേശമാകരുത്. പുതിയ നിയമസഭയ്ക്ക് അതൊരു ഉപദേശമല്ല. രക്ഷാമാനസാന്തരം, മുഴുകൽ സ്നാനം തുടങ്ങിയതാണ് ഉപദേശമെങ്കിൽ ഇത് ചെയ്യുന്നത് തെറ്റില്ല. പക്ഷേ പ്രീ പ്ലാൻഡ് ആയിട്ട് അന്യോന്യം ഒത്തുകൂടി ഞാൻ നിന്റെ കാലം നീ എൻ്റെ കാലം കഴുകുക, അതല്ല, അങ്ങനെയല്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെ കാല് കഴുകുന്നെങ്കിൽ നിങ്ങൾ അവനവന്റെ വീട്ടിൽ പോയി കഴുകരുത്. എന്തിനാ സഭയ്ക്കകത്ത് അങ്ങനെ ചെയ്യുന്നത്? അതും തെറ്റാ.
അതൊന്നും ശരിയായ സ്വഭാവ പ്രവണതയല്ല. ഇതൊക്കെ വികലമായ ഉപദേശമാണ്. നിങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നതെല്ലാം ബിബ്ലിക്കലി ആണെന്ന് നിങ്ങൾ പ്രഖ്യാപിക്കരുത് പെന്തക്കോസ്തു നേതാക്കന്മാരെ. നിങ്ങൾ തെറ്റ് പറഞ്ഞല്ലാതെ ശരി വരുത്താനായിട്ട് ബൈബിളിലെ ഒരു വാക്യത്തെ ഉദ്ധരിച്ച് അത് സമർപ്പിക്കാൻ ശ്രമിക്കരുത് പെന്തക്കോസ്തു നേതാക്കന്മാരെ. ഓർക്കുക, കാല് കഴുകുന്നത് തെറ്റല്ല. നിങ്ങളുടെ ഉള്ളിൽ ഒരു താഴ്മയും വിനയവും ഇല്ലാതെ ആർക്കോ വേണ്ടി പ്രീപ്ലാൻ ചെയ്ത് നടപ്പാക്കുന്ന കാൽ കഴുകൽ വിടുക. അപ്പം ചില സഭകളിൽ, അപൂർവം ചില സഭകളിൽ കാല് കഴുകുന്നു. ഏറെക്കുറെ എല്ലാ പെന്തക്കോസ്തു സഭകളിലും ബൈബിൾ വാക്യങ്ങൾ എഴുതിയിട്ട് കുലുക്കി കുത്തിയെടുക്കും. ഈ വാക്യങ്ങളെല്ലാം പരിശോധിച്ചാൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തുന്നതോ നമ്മളുടെ കുറവുകളെ വെളിപ്പെടുത്തുന്ന ഒരു വാക്യം കാണുകയില്ല. നിന്റെ കലത്തിലെ മാവ് കുറയില്ല, ഭരണിയിലെ എണ്ണ കുറയുകയില്ല. ഇതും പുതിയ നിയമവിശ്വാസവും തമ്മിൽ എന്ത് ബന്ധം? യാതൊരു പുലബന്ധവും ഇല്ല. അനുഗ്രഹത്തിന്റെയും നന്മയുടെയും വാക്യങ്ങൾ മാത്രമേ സെലക്ട് ചെയ്തെടുക്കൂ. ഒരു സഭയിൽ വലിയ ചർച്ചിലായതുകൊണ്ട് എന്നോടും കുറച്ച് വാക്യങ്ങൾ എഴുതാൻ പറഞ്ഞു. ഞാൻ എഴുതിയ വാക്യങ്ങളൊന്നും എടുത്തില്ല. പാസ് ഇതൊന്നും വേണ്ട, പുതിയ വർഷമല്ലേ. എന്നിട്ട് ഈ വാക്യങ്ങളെ കുലുക്കിയിട്ട് എടുക്കും. അന്ന് പേപ്പറിൽ എഴുതിയിട്ട് ചുരുട്ടിയിട്ട. ഇപ്പം അത് നിന്നു. ഞാൻ ചോദിക്കുന്നത്, ഏതെങ്കിലും ഒരു വാക്യം കിട്ടി, ആ വാക്യമാണോ ഒരു വർഷത്തെ നമ്മുടെ ആപ്തവാക്യം? അല്ലല്ലോ. ദിനം പ്രതി ദൈവത്തോട് യാചിക്കാനും ദൈവമായിട്ടുള്ള ആത്മബന്ധം നടത്താൻ തിരുവെഴുത്ത് പറയുമ്പോൾ ഏതെങ്കിലും ഒരു കുറിവാക്യം വർഷത്തിലൊരിക്കൽ കിട്ടുന്നതാണോ നമ്മുടെ ആത്മീയ ഭോജനം? അല്ല. അങ്ങനെയാണോ? അല്ലല്ലോ. അങ്ങനെ ഒരു കുറിവാക്യത്തിലാണ് ഒരു വിശ്വാസിയുടെ ഒരു വർഷത്തെ ആത്മീയ ജീവിതമെങ്കിൽ എല്ലാ ഞായറാഴ്ചയും, ഒരു വർഷത്തിൽ 52 ഞായറാഴ്ചയും 52 വെള്ളിയാഴ്ചയും ഉണ്ടല്ലോ. ഇതെന്തിനാ നിങ്ങൾ സഭയിൽ കൂടുന്നത്? എല്ലാ വെള്ളിയാഴ്ചയും എല്ലാ ഞായറാഴ്ചയും കുലുക്കി കുത്തിയിട്ട് ഓരോ വാക്യം എടുത്താൽ പോരെ? അമ്മയ്ക്ക് ഇന്ന വാക്യം വായിക്കുക, അച്ചായ ഇന്ന വാക്യം വായിച്ച, മോളെ യുവാക്കന്മാർ വീതികൾക്കെല്ലാം ഓരോ കുറുവാക്യം എടുത്ത് മെസ്സേജ് ആയിട്ട് വിട്ടാ പോരെ? ഇന്ന് ഇന്റർനെറ്റും സൗകര്യമില്ലേ? എന്തിനാ വീട്ടിലിരുന്നാ പോരെ? നോക്കുക, ഇതൊക്കെ തെറ്റായൊരു പ്രവണതയാണ്. ഒത്തുകൂടുന്നത് തെറ്റില്ല. നമ്മൾ കല്യാണത്തിന് ഒത്തുകൂടുന്നു, ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ കൂടി സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ച് പിരിയുന്നു. അതുപോലെ ഈ ന്യൂ ഇയർ സെലിബ്രേഷനോ ഒത്തുകൂടി ഭക്ഷണം കഴിച്ച്, നമ്മളാരും ഭക്ഷണം കഴിക്കാത്തവരെ വീട്ടിൽ ഭക്ഷണം ഇല്ലാത്തിട്ടല്ല. ഒന്ന് രണ്ട് സഭയിൽ കണ്ട് അത് പുതുമയുള്ളത് നല്ല കാര്യമാണ്. അത് നമുക്ക് തുടരാമെങ്കിൽ തുടരുക. ഓരോ വീട്ടുകാർ ഓരോ ഫുഡ് എടുക്കും. ഒരാള് ചിക്കൻ കറി എടുത്തു, ഒരാള് ബീഫ് ഫ്രൈ എടുത്തു, ഒരാൾ മീൻകറി എടുത്തു, ഒരാൾ വെജിറ്റബിൾ എടുത്തു, ഒരാൾ പായസം എടുത്തു. ഇങ്ങനെ ഓരോ വീട്ടുകാര് അവരുടേതായ ശൈലിയിൽ വെച്ച് ഭക്ഷണം കൊണ്ടുവന്ന് സഭയിൽ നേരത്തെ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ച് ഒന്നിച്ച് വിളമ്പി ഭക്ഷണം കഴിച്ചു. നല്ല ടേസ്റ്റ് ആയിരുന്നു. കാരണം ഓരോരുത്തരുടെ കുക്കിംഗ് മെത്തേഡും നമുക്ക് മനസ്സിലായി. അതൊരു പുതുമയുള്ളതാണ്. അപ്പൊ ഒന്നിച്ചുകൂടി ഭക്ഷണം കഴിച്ച് പ്രാർത്ഥിച്ച് സന്തോഷത്തോടെ പിരിയുന്ന തെറ്റില്ല, ചെയ്യണം. പക്ഷേ അനാചാരങ്ങളെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇത് ബൈബിളിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടെന്നും പറഞ്ഞ് ഗീർവാണ പ്രസംഗം നടത്തരുത്. അപ്പോ അടുത്ത വർഷത്തിൽ ലഭിക്കേണ്ട ഭാവി കാര്യങ്ങളെ ചീട്ടിട്ടെടുക്കാനാണെങ്കിൽ നമുക്ക് വല്ല തത്തമ്മയെ കൊണ്ട് എടുക്കുന്ന പോലെ ചെയ്യിപ്പിച്ചാൽ പോരെ? അതല്ലേ കുറച്ചുകൂടെ നല്ലത്. പിന്നെ അതുകൊണ്ട് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു വർഷം ദൈവം നമ്മളെ നടത്തി. അങ്ങനെയാണെങ്കിൽ ഓരോ മാസവും നടത്തുന്നില്ലേ? ഓരോ ദിവസവും നടത്തുന്നില്ലേ? എല്ലാം ഉണ്ട്, നടത്തുന്നുണ്ട്. അപ്പോൾ ഒന്നിച്ചുകൂടി വിദേശത്ത് പോയവർ നാട്ടിൽ വരുന്നു, ലീവുള്ളവരൊക്കെ വരുന്നു, ഒന്നിച്ചുകൂടി സന്തോഷത്തോടെ കണ്ടും കേട്ടും തമാശയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ പിരിയുന്ന തെറ്റില് നല്ല കാര്യമാണ്. ഞാൻ അതിനോട് യോജിക്കുന്നെങ്കിലും ഇതിനൊന്ന് ഉപോത്ഘടകമായി ബൈബിളിൽ അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു സിദ്ധാന്തവൽക്കരിക്കരുത് എന്നാണ് ഞാൻ താഴ്മയും വിനയമായി പെന്തക്കോസ്തുകാരോട് പറയുന്നത്. അപ്പം ബൈബിൾ പറയുന്ന കലണ്ടർ അനുസരിച്ച് യഹൂദര് നൽകിയ കലണ്ടറിൽ മാർച്ച് മാസമാണ് ഒന്നാമത്തെ മാസം. യഹോവ അവരോട് പറഞ്ഞു,
മാർച്ച് എന്ന, നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന മാർച്ച് എന്ന നീസാൻ മാസം നിങ്ങൾക്ക് ആദ്യ മാസമായിരിക്കണം. പുറപ്പാട് 12:1. നിങ്ങൾ ജാതികളുടെ വഴി പഠിക്കരുതെന്നും അവരുടെ നടപ്പ് പോലെ നടക്കരുതെന്നും പറഞ്ഞ കാര്യവും നാം മറക്കരുത്. ലേവ്യരുടെ പുസ്തകം 18-ാം അധ്യായം 3 മുതൽ 30 വരെയും ഗലാത്യർ 4:10-11 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ് പറയുന്നത്. അപ്പൊ ജാതികളുടെ വഴി പഠിക്കരുതെന്ന് നമ്മളെ പഠിപ്പിച്ചു തന്ന, എഴുതി തന്ന ബൈബിളിൽ നമ്മളിപ്പം ജാതികളുടെയും ഓർക്കണം, എല്ലാ ജാതി മത വിഭാഗങ്ങളിൽ നിന്നാണ് ആഘോഷം, അല്ലാതെ പൊട്ടിമുളച്ചിട്ടില്ല. ഇനി ജൂയിഷ് കലണ്ടറിന്റെ കൂടെ ഞാൻ നോക്കാം, അതുകൂടെ പറഞ്ഞിട്ട് ഇത് വൈൻഡപ്പ് ചെയ്യാം. ജൂയിഷ് കലണ്ടർ 1-ാം മാസം തുടങ്ങുന്നത് നമ്മുടെ മാർച്ച്, നീസാൻ. 2 ഇയാർ, 3 സീവാൻ, 4 താമൂസ്, 5 അബീബ്, തവ്വെന്നൂടെ പേരുണ്ട്, 6 എലൂൽ മാസം, 7 തിഷ്രി, 8 പെഷ്വാൻ, 9 കിസ്ലേവ് മാസം. കിസ്ലേവ് എന്ന് പറയുന്നത് അക്ഷരത്തിൽ കൂടെ കേട്ടോ, എബ്രായ ഭാഷയിലെ 22 അക്ഷരങ്ങളിൽ ഒന്നാണ് കിസ്ലേവ്. 10 തെബേത്ത്, 11 ഷെബേത്ത്, 12 ആധാർ, നമ്മുടെ ആധാർ കാർഡിന്റെ ആധാർ. അപ്പോൾ ഇത് 12 യഹൂദന്. യഹൂദൻ ആദ്യത്തെ മാസം മാർച്ചാണ്. യഹൂദൻ മാർച്ച് മാസത്തിൽ 1-ാം മാസമായി കലണ്ടറിൽ തുടങ്ങുമ്പോൾ ബ്രിട്ടീഷുകാർ ഭരിച്ച പോയ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇന്ത്യയിലും കിഴക്കനേഷ്യയിലും ഒക്കെ ലാറ്റിൻ അമേരിക്കയിലൊക്കെ ജനുവരിയാണ്. എന്നാൽ ഫെബ്രുവരി മാസങ്ങൾ 1-ാം മാസമായി കരുതുന്നത് റഷ്യയല്ല. ചില രാജ്യങ്ങളിൽ, റഷ്യയുമായിട്ട് ബന്ധപ്പെട്ട ബാൾട്ടിക് ദേശങ്ങളിലെ പല രാജ്യങ്ങളിൽ ഇന്നും ഫെബ്രുവരി 1 ആചരിക്കുന്നുണ്ട്. അതുകൊണ്ട് പല രാജ്യങ്ങളിലും അവർ ആചരിക്കുന്നത് പല തരത്തിലാണെന്ന് ഞാൻ ഓർപ്പിച്ചതാണ്. അപ്പോൾ യഹൂദന് മാർച്ച് ആണെങ്കിൽ ക്രിസ്ത്യൻസിന് ജനുവരിയാണ് ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച്. ഹിജറ വർഷമാണ് ഇസ്ലാമിന്, ശകവർഷമാണ് ഹിന്ദുസിന്, കൊല്ലവർഷം നമ്മുടെ ചിങ്ങം 1 മലയാളിയുടെ വർഷം. ഇങ്ങനെ വർഷം അന്വേഷിച്ചു പോയാൽ ഇതിൻ്റെയൊക്കെ പിൻപിലെ ചരിത്രങ്ങൾ ഇനിയുമുണ്ട്, ഏറെയുണ്ട്, പറയാനുണ്ട്. നിങ്ങൾ കേൾക്കാൻ തയ്യാറാണോ? ഹിസ്റ്ററി ഓഫ് കലണ്ടറൊക്കെ ഞാൻ എൻ്റെ മുൻ എപ്പിസോഡിൽ കൊടുത്തിട്ടുണ്ട്, അതിൽ സൂചന കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, ജനുവരി മാസം 1-ാം തീയതി അല്ലെങ്കിൽ ഡിസംബർ മാസം 31-ാം തീയതി ആണ്ടർതി എന്ന് പേരിട്ട് ഒന്നിച്ചു കൂടിക്കോ, അതിന് 30-ാം തീയതി കൂടിയ തെറ്റുണ്ടോ? ഞാൻ വീണ്ടും എടുത്തു ചോദിക്കുന്നു. ഒരാണ്ടിന്റെ അവസാനത്തിൽ 31-ാം തീയതി രാത്രി മാത്രമേ കൂടാവൂ എന്ന് അഖിലത നിയമം ദൈവം ആർക്കെങ്കിലും എഴുതി പ്രവാചകൻ വഴി കൊടുത്തിട്ടുണ്ടോ? ന്യൂജൻ പ്രവാചകന്മാരോടും പറയുന്നു. ഉണ്ടോ? 29-ാം തീയതി ആചരിച്ച കുഴപ്പമുണ്ടോ? ഉണ്ടോ കുഴപ്പം? അല്ല, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. പ്രിയ ദൈവമക്കളെ, ഞാൻ ഈ ചരിത്രം പറഞ്ഞ എന്തിനാ? യഹൂദന് വേറെ വർഷം, ഇസ്ലാമിന് വേറെ വർഷം, ക്രിസ്ത്യാനിക്ക് വേറെ വർഷം, ഹിന്ദുവിന് വേറെ വർഷം. ഓരോരുത്തരും അവരുടെ മതവിശ്വാസം അനുസരിച്ച് ദേവീദേവന്മാരുടെ പേരിൽ ആചരിക്കുമ്പോൾ നമ്മൾ പെന്തക്കോസ്തുകാർക്കും പേരില്ലാത്തൊരു ദൈവത്തിന്റെ പേരിൽ നമ്മളും ആഘോഷിക്കും. എന്നിട്ട് അറുതി. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊന്ന് ബൈബിളിലേക്ക് മടങ്ങി വരാം. ഒത്തുകൂടുന്നത് തെറ്റല്ല. ഒന്നിച്ചിരുന്ന് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും ആനന്ദകരമാണ്, സത്യമാണ്. എല്ലാവരും ഒരു മനസ്സല്ലെങ്കിലും പലയിടങ്ങളിൽ വന്ന് ഒന്നിച്ചു കൂടി ഞാൻ പറഞ്ഞല്ലോ, വളരെ സന്തോഷമാണ്, എനിക്ക് സന്തോഷമാണ്. പക്ഷേ ഈ വലതുകാല് വെച്ച് ഒരു ചൂട് വെക്കുക, ആർപ്പിടുക, 12 മണിയാകുമ്പോഴത്തേക്കും അത് ആർപ്പിട്ട് നാട്ടുകാരൊക്കെ ഉറങ്ങുമ്പോൾ അവരെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ക്രൈസ്തലോട് ഹല്ലേലൂയ ആർപ്പിടുക, ഇതൊക്കെ വേണ്ട ദിനങ്ങളല്ലേ. ഉത്സവങ്ങൾ മുറയ്ക്ക് നടക്കുന്നുണ്ട്, മതത്തിന്റെ പേരിൽ എല്ലാത്തും നടക്കുന്നുണ്ട്, അത് നടക്കട്ടെ. പക്ഷേ ബൈബിളായിട്ട് തന്നെ ഇരിക്കട്ടെ. ബൈബിൾ ദൈവത്തിന്റെ വചനം കളങ്കമില്ലാത്തതായിരിക്കട്ടെ. ദൈവം എന്നത്തെ നമ്മൾ അത് രൂപവും ഭാവവും മാറ്റി നശിപ്പിക്കാതെ നിർമ്മലമായ ഇരുവായ്ത്തലയുള്ള ഏതും വാളിനേക്കാളിലും മൂർച്ചയുള്ളതും അസ്ഥിമഞ്ചകളിലേക്ക് തുളച്ചു ചെല്ലുന്ന ദൈവത്തിന്റെ വചനമാകുന്ന അതിനെ നശിപ്പിക്കാതെ നാം കർത്താവിന്റെ വരവിനെ ഒരുങ്ങാം. ദൈവം നിങ്ങളെ സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.